വെള്ളാപ്പള്ളി നടേശൻ ഒരു മഹാസംഭവമാണ്. VM സുധീരനെ പ്രസിഡന്റ് ആക്കരുതെന്ന് നിലപാടെടുത്തുകൊണ്ടേയിരുന്ന നടേശഗുരു പ്രഖ്യാപനം വന്നപ്പോൾ കാലുമാറ്റി ചവിട്ടി. സുധീരനെ പ്രസിഡന്റ് ആക്കിയത് താനാണെന്ന് പോലും തട്ടിവിട്ടു. ഇമാതിരി പരിപാടികൾ മാത്രമല്ല, ഒടുവിൽ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ രൂപീകരിച്ചു കളയുമെന്ന ഭീഷണിയും മുഴക്കിക്കഴിഞ്ഞു. SNDP-കാരുടെ പിന്തുണയോടെയുള്ള രാഷ്ട്രീയ പാർട്ടി. പാർലമെന്റ് തെരഞ്ഞെടുപ്പായാലും അസംബ്ലി തെരഞ്ഞെടുപ്പായാലും രാഷ്ട്രീയ ശക്തിയായി ഭരണത്തിൽ പങ്കാളിത്തം ലഭിക്കുന്നതിന് ഉള്ള കൂട്ടായ തീരുമാനം എടുത്ത് സ്ഥാനാർത്ഥികളെ പോലും നിർത്തണമെന്നുള്ള ചിന്ത വന്നു പോയാൽ, അതിനുള്ള തീരുമാനം എടുത്താൽ അതും തള്ളിക്കളയാൻ സാധിക്കില്ല. നമസ്കാരം ഡോക്ടർ സാർ. തവളക്കുഴിയോ? ഇരിക്കൂ. എന്താ പുതിയ രോഗികൾ വല്ലവരെയും കൊണ്ടുവന്നിരിക്കുകയാണോ? ഇന്ന് രോഗികൾ ആരും കുഴി വീണില്ല. മറ്റൊരു വലിയ പ്രശ്നമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താ അത്? സാറിന് മനസ്സിലായില്ലായിരിക്കും. ഇല്ല. ഞാനൊരു പുതിയ പാർട്ടി രൂപീകരിച്ചു. അഖില കേരള കാലുമാറ്റ കക്ഷി. അതാണ് ഇനി പലരുമായിട്ടും കൂടുന്നുണ്ട്. സമാന ദുഃഖിതരായ എല്ലാവരുമായിട്ടും കൂടിക്കൊണ്ട് ഭാവി പ്രവർത്തനങ്ങൾക്കുള്ള രൂപവും ഭാവവും നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്താ നിങ്ങളുടെ പാർട്ടിയുടെ ലക്ഷ്യം? ആരാണോ നല്ല ചെയ്യുന്നത് അവരുടെ കൂടെയൊക്കെ ഞങ്ങളുണ്ടാകുന്നത്. അത് ഇവരുടെ പാർട്ടി ആയാലും വേറെ ഏത് പാർട്ടി ആയാലും. SNDP യോഗം എന്ന് പറയുന്നത് എല്ലാ പാർട്ടികളുടെയും അംഗങ്ങൾ ചേർന്നതാണ്. അതിനിപ്പോൾ നല്ല ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരായാൽ അതിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. നല്ല ചെയ്യുന്ന കോൺഗ്രസ്സുകാരാണെങ്കിൽ അവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. നല്ലതാണ് ലീഗ് പറയുന്നതെങ്കിൽ അത് കേൾക്കും. അതുപോലെ ഇവരും ഇനിയൊരു പാർട്ടി ഉണ്ടാക്കുന്നു എങ്കിൽ അവർ നല്ലതാണ് കാണിക്കുന്നത്, നല്ലതിന് നല്ലതെന്ന് പറയുക. ഇതാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് തരുമോ? ജീവിക്കാൻ വേണ്ടി ശക്തമായ ഒരു മുന്നേറ്റം അനിവാര്യമായി നിൽക്കുന്ന കാലഘട്ടമാണ് എന്ന് പിന്നോക്ക സമുദായത്തിലെ ഹിന്ദുക്കൾക്കും പട്ടികവർഗക്കാർക്കും തോന്നലുണ്ടായി, അനുഭവമുണ്ടായി. നിങ്ങളുടെ പാർട്ടിക്ക് നയപരിപാടികൾ വല്ലതുമുണ്ടോ? അതേ ഉള്ളൂ സാറേ. വല്ലതും തൊട്ട് കിട്ടുന്ന പാർട്ടിയുടെ കൂടെ നയത്തി നിൽക്കുക. അവരുടെ പരിപാടി കൊഴയുമ്പോ അടുത്ത പാർട്ടിയിലോട്ട് കാലുമാറുക. നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ലാത്ത ഒരു സമുദായമാണ് ഈ സമുദായം എന്ന തോന്നൽ വന്നപ്പോൾ ഇതൊരു കൂട്ടായ്മയുടെ അനിവാര്യത ചിന്തിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളവിടെ കൂടിയത്. സാറിന്റെ പാർട്ടിയുടെ നയപരിപാടികൾ എന്തൊക്കെയാണ്? ഒറ്റ നയമേ ഉള്ളൂ, ദാരിദ്ര്യം മാറ്റുക. അത്രേ ഉള്ളൂ. ദളിത് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുമായി മതേതരത്വ സ്വഭാവമുള്ള മറ്റു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കുന്ന യോഗം പ്രവർത്തകർക്ക് സർവ്വ സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്നു. നിങ്ങളുടെ പാർട്ടിയുടെ ഡിമാൻഡുകൾ എന്തൊക്കെയാണ് സർ? സുകുമാരൻ നായർ ഈ ഐക്യത്തെ തള്ളി പറഞ്ഞാലും ഈ ഐക്യത്തെ ആത്മാർത്ഥമായി കൊണ്ടുനടക്കണമെന്ന് ആഗ്രഹിക്കുന്ന സവർണ സമുദായങ്ങൾ, നായർ സഹോദരന്മാർ ഇഷ്ടം പോലെ കേരളത്തിലുണ്ട്. ഈ ഒരാൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഈ ഭൂരിപക്ഷ സമുദായ ഐക്യം തകർത്തും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്നും ഇത് ആവേശകരമായി ഹൃദയത്തിലേറ്റി മുമ്പോട്ട് പോകുന്ന വലിയൊരു വിഭാഗം കേരളത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക അജണ്ട ഇപ്പോൾ വേണ്ടത് ദേവസ്വം ബോർഡ് ഇല്ലേ, അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിച്ച് സ്വഭാവം നമുക്കില്ല. ഈ മന്ത്രിസഭയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഈ മന്ത്രിസഭയ്ക്ക് ജനങ്ങൾക്ക് വേണ്ടി ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല. അതെന്തുകൊണ്ട്? ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്ന് കണക്കായിക്കൊണ്ട് എന്ത് തോന്നിയാസവും ഇത് ചെയ്യുമെങ്കിൽ സർക്കാരിന്റെ അന്ത്യമാണ്. ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവസരം നോക്കി കാലുമാറുക. ഒരു പാർട്ടിയുടെയും വാലായിട്ടോ ചൂലായിട്ടോ നിൽക്കാൻ SNDP യോഗത്തിന് സാധിക്കില്ല. രായ്ക്ക് രാമാനൻ ദൈവം പോലും അറിയാതെ പാർട്ടി മാറുന്നവരെക്കാൾ നേരെ ചൊവ്വേ കാലുമാറുന്ന ഞങ്ങളുടെ കൂടെ ഇനി ജനം കാണൂ. എല്ലാ സമുദായങ്ങളുടെ മാത്രമല്ല, ഒരു മതേതരത്വ സ്വഭാവം വേണം. SNDP യോഗത്തിന് ഒരു ഈഴവന്റെ മാത്രം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കുന്നതിനോട് സഹകരിക്കാനൊക്കത്തില്ല. അതൊരു മതേതര സ്വഭാവമായിരിക്കണം, സാമൂഹ്യ നീതിക്ക് അധിഷ്ഠിതമായിരിക്കണം. അങ്ങനെയുള്ള ഏത് രാഷ്ട്രീയ പാർട്ടി ആരുണ്ടാക്കിയാലും അവർ നല്ലതാണ് ചെയ്യുന്നതെങ്കിൽ നല്ലതെന്ന് പറഞ്ഞാൽ അഖില കേരള കാലുമാറ്റ കക്ഷി. അതാണ് കലികാലത്തിൽ വെള്ളാപ്പള്ളിയുടെ പാർട്ടിയും വരും. ബഷീർ കഥാപാത്രത്തെ പോലെ അവകാശവാദങ്ങളും. ജാതിമത ശക്തികൾ നിശ്ചയിക്കുന്ന രാഷ്ട്രീയ അജണ്ടകൾക്ക് വില ലഭിക്കുന്നിടത്തോളം കാലം നാട്ടിൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും. SNDP-യുടെ പിന്തുണയോടെ വരുന്ന പാർട്ടി വിപ്ലവം കൊണ്ടുവരുമെന്ന പ്രതീക്ഷയോടെ ഇന്ന് വിടവാങ്ങുകയാണ്. നാളെ കാണും വരെ നന്ദി, നമസ്കാരം.